Hello friends, welcome back to my channel. നമുക്കിന്നൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ നെക്ക് ലൈനിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് നെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക് നെക്കും സ്ലീവും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്ക് ലൈൻ. അപ്പോൾ ഇതേ വർക്കാണ് ഞാനിന്ന് ട്യൂട്ടോറിയലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്ലീവിനകത്ത് ഞാനിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ടൊരു ബീറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് 2 mm ബീഡ്സ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിന് രണ്ട് സൈഡിലുമായിട്ടും ഷുഗർ ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് ചെക്ക്ഡ് പാറ്റേൺ ആണ്. ഈ ഒരു ചെക്ക്ഡ് പാറ്റേൺ ഞാൻ ചെയ്തിരിക്കുന്നത് സർദോസി വെച്ചിട്ടാണ്. ഈ ഓരോ ലൈനും ക്രോസ് ചെയ്യുന്നിടത്ത് ഒരു 3 mm വരുന്ന ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ബീറ്റ് ലൈൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് ഈ ഒരു തുണിയിൽ തന്നെ വരുന്നത് ഒരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. ഒരു ക്രോസ് ആയിട്ട് ഒരു ചെക്ക്ഡ് പാറ്റേൺ പോലെ കുറച്ച് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ ഒരു കട്ട പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിനകത്ത് ഞാനിവിടെ ഫിറ്റിംഗ് കുന്തൻ സ്റ്റോൺ സ്ക്വയർ ഷേപ്പിൽ വരുന്ന സ്റ്റോൺ ഡയമണ്ട് ഷേപ്പിൽ ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ നെക്ക് ലൈനിൽ കണ്ട ഒരു ബീഡ് വർക്ക് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ഔട്ട്ലൈൻ ഉണ്ട്. വീണ്ടും ഒരു സെൽഫ് ഡിസൈനാണ് വരുന്നത്. ആ ഒരു സെൽഫ് ഡിസൈനകത്ത് ബീഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ്. അതിന് ഇടയിലായിട്ട് കുന്തൻ സ്റ്റോണും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സിൽവർ കളറാണ് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ വീണ്ടും ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ നെക്ക് ലൈനിൽ കണ്ട ആ ഒരു ലൈൻ, ആ ഒരു ഡിസൈനാണ്, ആ ഒരൊറ്റ ലൈൻ മാത്രമാണ് ഇതിനകത്ത്. അവസാനത്തെ ആ ഒറ്റ ലൈൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു 4 mm ബീഡ് കൊടുത്തിട്ട് ചുറ്റിലും അതിൻ്റെ ചുറ്റിനുമായിട്ട് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്ലീവിനകത്ത് വരുന്നത്. അന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ നെക്ക് ലൈനിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക്, ഇതേ വർക്ക് ഇതിന് മുന്നേ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാണിക്കുന്നത് ആരി നീഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഈ ഒരു മെഷർമെൻ്റൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് ലൈനിൻ്റെ സ്റ്റിച്ചിങ് അലവൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു സെരി ത്രെഡ് വെച്ചിട്ട് ഒരു 3 ലൈൻ ഔട്ട്ലൈനാണ്, ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ സെരി വന്നിട്ട് ഒരു ബ്രൈറ്റ് ഗോൾഡനും കോപ്പറും കൂടെ കലർന്നിട്ടൊരു സെരി ത്രെഡാണ്. കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ബീഡ്സ് വർക്കെല്ലാം ഡൾ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബീഡ്സ് എല്ലാം ഡൾ ഗോൾഡനിലെ ബീഡ്സുകളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെരി ത്രെഡും ഡൾ ഗോൾഡൻ്റെ സെരി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയാൽജി ബ്രാൻഡിൻ്റെ 57C എന്ന് പറയുന്ന ത്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ 3 ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ 4 mm വരുന്ന ഹാഫ് ഡൾ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് 4 mm ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ബീഡിനെ പകുതി ആക്കി വെച്ചിരിക്കുന്ന ബീഡ്സ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടറ്റത്തും ഓരോ ഹോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലാറ്റായിട്ടുള്ള വശം തുണിയിൽ തട്ടുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ നീഡിലെടുക്കാം. നീഡിൽ ത്രെഡ് വെളിയിലോട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ ചെയ്തത് നമ്പർ 14 നീഡിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 24 നീഡിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മെഷീൻ ത്രെഡുമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു റിവേഴ്സിലൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ബീഡ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടുത്ത ബീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുക. അതായത് ഇതിന് ചുറ്റിലും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടൊരു ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു വർക്കിന് ഒരു ഗ്യാപ്പ് വീഴും. അപ്പോൾ ഗ്യാപ്പ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ബീഡ്സ് 4 mm ബീഡ്സ് ആകുമ്പോഴത്തേക്കും ഇത്രയും ലെങ്ത് കൊടുക്കണം. അതേപോലെ 3 mm ബീഡ്സ് 2 mm ബീഡ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ അളവ് കുറയ്ക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഡ്സിനനുസരിച്ചിട്ട് ഈ ഒരു ലെങ്തിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന് കണക്കാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. 4 mm എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ബീഡ്സ് ആണത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലൈൻ ഹാഫ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ചുറ്റിലും
ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഷുഗർ ബീഡ്സ് ഞാനിവിടെ ഡൾ ഗോൾഡനിൽ വരുന്ന ഹാഫ് ബീഡ്, ഒരു ഡൾ ഗോൾഡൻ കളറിൽ വരുന്ന ഗ്ലാസ് ബീഡ്സ് ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് പൂർണിമ എന്ന ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലൈനും ഇതേ വർക്ക് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തതിന് തൊട്ട് അടുത്തായിട്ട്, അതായത് ഒരു അല്പം മാത്രം ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വീഴും. അതുകൊണ്ട് ഒരു അല്പം നമുക്കത് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഞാനിതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു 1/4 ഇഞ്ചിനും താഴെ വരുന്നൊരു അളവാണ് ഇവിടെ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത അതേ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഹാഫ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് ചുറ്റിലും ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 2 വർക്കും. ഇനി അടുത്ത് വരുന്നത് ഈ ഓരോ ബീഡ്സ് നമ്മൾ രണ്ടാമത്തെ ലെയറിൽ വരുന്ന ഓരോ ബീഡ്സിൻ്റെ നേർക്കായിട്ട് ഒരു ഹാഫ് ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഒരു ബീഡ് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് സപ്പോർട്ടിംഗ് സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. മാത്രവുമല്ല നമ്മൾ എടുത്തിരിക്കുന്ന ബീഡ് ഹാഫ് ബീഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സപ്പോർട്ടിംഗ് സ്റ്റിച്ച് കൊടുക്കാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകത്തില്ല. റൗണ്ട് ബീഡാണെങ്കിൽ ഇത് സപ്പോർട്ടിംഗ് സ്റ്റിച്ച് കൊടുക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ മൂവ് ആവുന്നത് പോലെ ഇരിക്കും. ഇത് നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. അതായിട്ട് തന്നെ നമുക്കിതൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ആരി നീഡിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രൈഡൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.